കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൃദയത്തെക്കുറിച്ചായിരുന്നു. ഹാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ സിമ്പിളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടത് നോക്കാം. വിശദമായിട്ട് നിങ്ങളത് വലിയ ക്ലാസ്സുകളാണ് പഠിക്കുക. സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കാണുന്നത്. പകുതി കട്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഹൃദയം എന്ന് പറയുന്നത് ഒരു പമ്പാണ്. ദി ഹാർട്ട് ഈസ് ആൻ ഓർഗൻ വിച്ച് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. ശരിക്കും ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത് പോലെയാണ് ഹൃദയം വർക്ക് ചെയ്യുക. ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം പമ്പ് ചെയ്യുന്നത് പോലെ ഹൃദയം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്യുക. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഏകദേശം നമ്മളുടെ ഒരു 4 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിൽ ഒക്കെ ഹൃദയത്തിൻ്റെ മിടിപ്പ് തുടങ്ങും. അത് നമ്മുടെ അവസാന ശ്വാസം നമ്മൾ വലിക്കുന്നത് വരെ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു റെസ്റ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹൃദയം. അതുകൊണ്ട് തന്നെ ചില പ്രത്യേകതരം മസിൽസ് കൊണ്ടാണ് ഹൃദയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാർഡിയാക്ക് മസിൽസ് എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മസിൽസാണ് ഹൃദയത്തിനുള്ളത്. കാർഡിയോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് കൊണ്ട് നിർമ്മിക്കാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറും ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ഹൃദയത്തിന് 4 ചേംബറുകളാണുള്ളത്. മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 ചേംബറുകളാണ് ഹാർട്ടിനുള്ളത്. 2 അപ്പർ ചേംബറും 2 ലോവർ ചേംബറുകളും. അപ്പർ ചേംബർ ഓട്രിയ എന്നും ലോവർ ചേംബറിനെ വെൻട്രിക്കിൾസ് എന്നുമാണ് നമ്മൾ വിളിക്കുക. അപ്പർ ചേംബർ ഓട്രിയ, ലോവർ ചേംബർ വെൻട്രിക്കിൾസ്. അപ്പോൾ നമ്മളെ ചിത്രത്തിൽ ഇതാണ് റൈറ്റ് ഓട്രിയം, ഇത് ലെഫ്റ്റ് ഓട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ താഴെയുള്ള ഈ 2 എണ്ണമാണ് വെൻട്രിക്കിൾ. ഇത് റൈറ്റ് വെൻട്രിക്കിളും ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളും. മുകളിലുള്ള 2 എണ്ണമാണ് ഓട്രിയം, ലെഫ്റ്റ് ഓട്രിയം, റൈറ്റ് ഓട്രിയം. ഇനി ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വാൾ കൊണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാൾ കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ കാരണം ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കൂടെ മിക്സ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലങ്സിൽ നിന്ന് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് പാർട്ടിലാണ് എത്തുക. ആദ്യം ലെഫ്റ്റ് ഓട്രിയത്തിലെത്തും, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പാസ് ചെയ്യുക. അതേസമയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ റൈറ്റ് ഓട്രിയത്തിലെത്തും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ലങ്സിലേക്ക് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് ചേംബറിൽ, ലെഫ്റ്റ് ഭാഗത്തുള്ള 2 ചേംബറിലും എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് ചേംബറിലുള്ള 2 ഭാഗത്തും എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, ഒന്നിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. ഈ വാൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ മിക്സ് ആവും. മിക്സ് ആയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ബ്ലഡിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രോങ് വാൾ കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓട്രിയവും വെൻട്രിക്കിളും തമ്മിൽ ഒരു വാൾവ് കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു വാൾവ് ഇവിടെ ഇങ്ങനെ. വാൾവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക. ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാധനം, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ബ്ലഡ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ബ്ലഡ് താഴോട്ട് വരും. തിരിച്ചും ബ്ലഡിന് എന്ത് ചെയ്യാൻ കഴിയില്ല, മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയം ഒന്ന് റിലാക്സ് ചെയ്യും, ഒന്ന് കോൺട്രാക്ട് ചെയ്യും, ഒന്ന് ചുരുങ്ങും, ഒന്ന് വികസിക്കും.
ഇങ്ങനെ ചുരുങ്ങുന്ന സമയത്താണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുക. എന്നാൽ ഈ ചുരുങ്ങുന്ന സമയത്ത് ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും, വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോകും. അതേസമയം വെൻട്രിക്കിൾ നേരെ ഓട്രിയത്തിലേക്ക് പോകുന്നില്ല, കാരണം ഈ വാൾവ് വെച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സാധാരണ ഘടന. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട 4 ചേമ്പറുകളാണ്. 2 അപ്പർ ചേമ്പറും 2 ലോവർ ചേമ്പറും. അപ്പർ ചേമ്പർ ഓട്രിയ എന്നും ലോവർ ചേമ്പർ വെൻട്രിക്കിൾ എന്നും അറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും തമ്മിൽ ഒരു സ്ട്രോങ് വാൾവ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് പാർട്ടിൽ ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് പാർട്ടിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് ഉണ്ടാവുക. നമ്മളെ ശരീരത്തിൽ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മസിലാണ് ഹൃദയത്തിൻ്റെ മസിൽ. അതിനെ കാർഡിയാക് മസിൽസ് എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മൾ അവസാന ശ്വാസം വലിക്കുന്നത് വരെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കും. ഹൃദയത്തിൻ്റെ പ്രവർത്തനം എപ്പോൾ നിന്നോ അപ്പം നമ്മൾ മരിക്കും. നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് നമ്മൾ കേൾക്കാറില്ലേ, അറ്റാക്ക് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് തന്നെ നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നാൽ നമ്മൾ മരിച്ചു പോകും. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കിട്ടൂല. അതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിൽക്കും. ഇനി ഹാർട്ട് ബീറ്റ് എന്താണെന്ന് നോക്കുന്നത്. The walls of the heart is made up of muscles. These muscles contract and relax rhythmically producing heartbeat. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഒന്ന് ചുരുങ്ങുക, ഒന്ന് വികസിക്കുക. ഇതാണ് ഹാർട്ട് ബീറ്റ് അല്ലെ ഹൃദയമിടിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ ലങ്സ് നെഞ്ചിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കൈവച്ച് നോക്കിയാൽ നമുക്കിത് ഫീൽ ചെയ്യും. ഹൃദയം എന്ന് പറയുന്നത് നമ്മളുടെ നെഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഒരു നമ്മളെ മുഷ്ടിയുടെ നമ്മൾ കൈ ചുരുട്ടിപ്പിടിച്ചാലുള്ള ആ ഒരു വലുപ്പം, നമ്മുടെ ഒരാളുടെ കൈ ചുരുട്ടിപ്പിടിച്ചാലുള്ള വലുപ്പമാണ് ഏകദേശം നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവുക. ഇതിങ്ങനെ റിലാക്സ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക, ഒന്ന് ചുരുങ്ങുക, ഒന്ന് വികസിക്കുക. അതാണ് നമ്മൾ ഹൃദയമിടിപ്പായിട്ട് നമ്മൾ പറയുന്നത്, ഹാർട്ട് ബീറ്റായിട്ട് നമ്മൾ പറയുന്നത്. നമ്മളെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 to 80 ടൈംസ് പെർ മിനിറ്റ് ആണ്. നോർമലായിട്ട് 70 to 80, 72ഒക്കെയാണ് നമ്മൾ സാധാരണ പറയാറ്. അതിനിടയ്ക്കാണ് നോർമലായിട്ടുള്ള ഹാർട്ട് ബീറ്റ് വരിക. നമ്മൾ സാധാരണ ഒരു വലിയ ഹെവി വർക്കൊന്നും ചെയ്യാതെ, എന്നാൽ നമ്മൾ ഫുള്ള് റെസ്റ്റ് എല്ലാം നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചെക്ക് ചെയ്യുക നമ്മൾ ഹാർട്ട് ബീറ്റാണ്, അത് നോർമലാണോ എങ്കിൽ നമ്മൾ ഏകദേശം നോർമലായിരിക്കും അർത്ഥം. നമ്മൾ പറയാമല്ലോ ശ്വാസം വലിച്ചു വിടുന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസങ്ങൾ വരും. നമ്മൾ കുറേ ഹെവി വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ബ്ലഡ് ശരീരത്തിലേക്ക് എത്തണം, അതിനനുസരിച്ച് ഹൃദയം കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടണം, ഒന്നുകിൽ ഓടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ രക്ഷപ്പെടണം. അതിന് നമുക്ക് എക്സ്ട്രാ എനർജി ആവശ്യമാണ്. ഈ എക്സ്ട്രാ എനർജി കിട്ടണമെങ്കിൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യപ്പെടണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങളൊന്ന് പേടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, നമ്മളെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലേക്ക് ഉണ്ടാവുക, കുറേ എണ്ണം വളരെ കൂടിയിട്ടുണ്ടാവും. കാരണം നമുക്ക് എക്സ്ട്രാ എനർജി ആവശ്യമുള്ള സമയമാണ്. അപ്പം ഇതാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഫീൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് സ്റ്റെതസ്കോപ്പാണ്. ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ഹിയർ ദി സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഇറ്റ് ഹാസ് എ ചെസ്റ്റ് പീസ് ആൻഡ് 2 ഇയർ പീസ് ജോയിൻഡ് ബൈ ട്യൂബ്സ്. സാധാരണഗതിയിൽ നിങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്, സ്റ്റെതസ്കോപ്പ് കാണാറുണ്ട് അല്ലേ. ഡോക്ടർ ഇങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ടാവും, അതിന് ഒരു ഇയർ പീസ് ഉണ്ടാവും, 2 എൻ്റെ ചെവിയിൽ വെക്കും, എന്നിട്ട് മറ്റേത് നമ്മൾ നെഞ്ഞത്ത് വെച്ച് വെക്കും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വൈറ്റ് ട്യൂബും ഒരു ഫണലും കുറച്ച് പൈപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫണൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇങ്ങനെയുള്ളൊരു സാധനം, നമ്മൾ നാളം എന്നൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയുള്ളൊരു സാധനം. പിന്നെ ഒരു ഇതിലേക്ക് നേരെ ഒരു വൈറ്റ് ട്യൂബ് കണക്ട് ചെയ്യാം, എന്നിട്ട് ഇത് രണ്ടും ഇയർ പീസ്, ഇത് ചെസ്റ്റ് പീസ്. ഈ ഭാഗത്തൊരു ബലൂൺ വലിച്ചു കിട്ടിയാൽ മതി. അതുപോലെ ഈ സൈഡിൽ ഇവിടെയും ഒരു ബലൂണുകൾ വലിച്ചു കിട്ടുക. പിന്നെ നമുക്ക് ചെവിയിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണമെങ്കിൽ നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണിൻ്റെ എൻഡിലുണ്ടാകുന്ന സാധനം അതൊക്കെ നമുക്കിതിന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഹൃദയമിടിപ്പ് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്.
ഈ ഒരു രണ്ട് സാധനം, ഈ ഒരു ചെറിയൊരു ഫണൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇങ്ങനെയുള്ളൊരു ഫണൽ, അതേപോലെ ഒരു വൈറ്റ് ട്യൂബും. അത് രണ്ടും കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു. ഹൃദയത്തിൻ്റെ 4 ചേമ്പറുകളാണ്. അപ്പർ ചേമ്പറും ലോവർ ചേമ്പറും ഒക്കെ നമ്മൾ വിശദീകരിച്ചു. അതോടെ ഹാർട്ട് ബീറ്റും സ്റ്റെതസ്കോപ്പും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.